വൻ വിജയങ്ങൾ സ്വന്തമാക്കി സിനിമാ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന പല സൂപ്പർ താരങ്ങളുടെയും ഭൂതകാലത്തിലേക്ക് കണ്ണോടിച്ചാൽ കഠിനാധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും വലിയ കഥകൾ കാണാൻ സാധിക്കും. കന്നഡ സിനിമയിൽ നിന്ന് വന്ന് ഇന്ന് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന വൻ ശക്തിയായി മാറിയ സൂപ്പർ സ്റ്റാർ യഷിന്റെ ജീവിതയാത്രയും അതിശയകരമായ ഒന്നാണ്. തോൽവികളിൽ തളരാതെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം പ്രതിസന്ധികളെ മറികടന്നാണ് യഷ് ഇന്ന് കാണുന്ന സിനിമാ സാമ്രാജ്യം പടുത്തുയർത്തിയത്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത KGF എന്ന ഒറ്റ ചിത്രം യാഷിന്റെ കരിയറിനെ എന്നേക്കുമായി മാറ്റിമറിച്ചുവെങ്കിലും ആ നിലയിലേക്ക് എത്തുന്നതിനുള്ള യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. 16-ാം വയസ്സിൽ വെറും 300 രൂപ മാത്രം പോക്കറ്റിലിട്ടാണ് യഷ് എന്ന പയ്യൻ സ്വന്തം വീട് വിട്ട് ബംഗളൂരു നഗരത്തിലേക്ക് വണ്ടി കയറുന്നത്. ഏതെങ്കിലും ഒരു ദിവസം അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആകണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അന്ന് അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. BMTCയിലെ ബസ് ഡ്രൈവറായ അരുൺകുമാറിന്റെയും വീട്ടമ്മയായ പുഷ്പയുടെയും മകനായ യഷിന് അഭിനയമോഹം തലയ്ക്ക് പിടിച്ചപ്പോൾ കുടുംബം മുന്നോട്ട് വെച്ചത് കർശനമായ നിർദ്ദേശമായിരുന്നു. അഭിനയിക്കാൻ ശ്രമിക്കാമെന്നും എന്നാൽ അത് പരാജയപ്പെട്ടാൽ തങ്ങൾ പറയുന്ന ജോലിക്ക് പോകണം എന്നുമായിരുന്നു മാതാപിതാക്കളുടെ നിബന്ധന. എന്നാൽ തോറ്റുകൊടുക്കാൻ യഷ് തയ്യാറായിരുന്നില്ല. ബംഗളൂരു പോലൊരു വലിയ നഗരം തുടക്കത്തിൽ ഭയപ്പെടുത്തിയിരുന്നെങ്കിലും അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെല്ലാം അയാൾ പുഞ്ചിരിയോടെ നേരിട്ടു. നാടകവേദികളിൽ നിന്നും സീരിയലുകളിൽ നിന്നുമാണ് യഷ് തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കമിടുന്നത്. നാടക സംഘങ്ങളിൽ ബാക്ക് സ്റ്റേജ് ജീവനക്കാരനായി പ്രവർത്തിച്ച യഷ് ടീബോയായി ജോലി ചെയ്ത് ദിവസം ലഭിച്ചിരുന്ന 50 രൂപ കൊണ്ടാണ് അന്ന് ജീവിതം തള്ളി നീക്കിയിരുന്നത്. കന്നഡ സിനിമാ ലോകത്തേക്ക് വഴി തുറക്കാൻ സംവിധായകരുടെ അസിസ്റ്റന്റായും ചെറിയ ജോലിക്കാരനായും അയാൾ മാറി. എന്നാൽ എത്ര ചെറിയ ജോലിയായാലും ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ അയാൾ തയ്യാറായില്ല. പിന്നീട് BV കാരന്തിന്റെ ബെനക നാടക സംഘത്തിലൂടെ നാടകരംഗത്ത് സജീവമായ യഷ് 2004-ൽ ഉത്തരായൻ എന്ന പരമ്പരയിലൂടെ ടെലിവിഷൻ ലോകത്തേക്ക് ചുവടുവെച്ചു. തുടർന്ന് നന്ദഗോകുല എന്ന സീരിയലിലൂടെ ജനശ്രദ്ധ നേടി. 2007-ൽ ജംബാദ ഹുഗുഡി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ യഷ് മൊഗീന മനസ്, ഗൂഗ്ലി, മിസ്റ്റർ ആൻഡ് മിസസ് രാമാചാരി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ജനപ്രിയ നായകനായി വളർന്നു. എന്നാൽ 2018-ൽ പുറത്തിറങ്ങിയ KGF ചാപ്റ്റർ 1 യഷിന്റെ ജീവിതത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി. ഇന്ത്യൻ സിനിമയുടെ തലവര മാറ്റി. റോക്കി ഭായ് എന്ന കഥാപാത്രത്തിന്റെ മാസും സ്റ്റൈലും ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തി. ആഗോളതലത്തിൽ 250 കോടിയിലധികം കളക്ഷൻ നേടിയ ഈ ചിത്രത്തിന്റെ തുടർച്ചയായി 2022-ലെത്തിയ KGF ചാപ്റ്റർ 2 1200 കോടിയിലധികം നേടിക്കൊണ്ട് ബോക്സ് ഓഫീസ് ചരിത്രങ്ങൾ തിരുത്തി എഴുതി. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തന്റെ ഭൂതകാലത്തെ യഷ് മറന്നില്ല. ഭാര്യയും നടിയുമായ രാധിക പണ്ഡിറ്റിനൊപ്പം ചേർന്ന് 2017-ൽ യാഷോ മാർക്ക് ഫൗണ്ടേഷൻ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനം ആരംഭിച്ച താരം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഇത്രയേറെ വളർന്നിട്ടും ലാളിത്യം കൈവിടാത്തതാണ് യഷിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നിലവിൽ കോടീശ്വരനായ യഷിന് വടക്കൻ ബംഗളൂരുവിൽ കോടികൾ വിലമതിക്കുന്ന അത്യാഡംബര വസതിയും കാറുകളും ഒക്കെ സ്വന്തമായുണ്ട്. ഒരു കാലത്ത് ടീബോയായി നടന്നിരുന്ന ഇതേ നഗരത്തിൽ നിന്ന് സ്വപ്നതുല്യമായ സാമ്രാജ്യമാണ് യഷ് പണിതുയർത്തിയിരിക്കുന്നത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന 500 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ്, നിതീഷ് തിവാരിയുടെ സംവിധാനത്തിൽ 4000 കോടി രൂപ ചിലവിലിറങ്ങുന്ന രാമായണ എന്നീ 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലൂടെ സിനിമാ ലോകത്തെ വീണ്ടും ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് നടൻ. രാമായണത്തിൽ രൺബീർ കപൂറിന് രാമനേക്കാൾ യഷ് അവതരിപ്പിക്കുന്ന രാവണൻ എന്ന കഥാപാത്രത്തിനാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗവും സ്വീകാര്യതയും ലഭിക്കുന്നത്. ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും സ്വപ്നങ്ങൾ കീഴടക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗളൂരു തെരുവുകളിൽ നിന്ന് ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് ഉയർന്ന യഷിന്റെ ഈ ജീവിതകഥ.